ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ നല്ല മഴയെന്നൊക്കെ ന്യൂസിൽ കേട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കൂ. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറി നേരെയാവാൻ പ്രാർത്ഥിക്കാം. ഇവിടെ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന മഴയൊക്കെ മാറി ഇടയ്ക്കിടയ്ക്കുള്ള നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ രംഷേട്ടനും മിത്തുക്കുട്ടിയും രാവിലെ തന്നെ എണീറ്റ് ജിമ്മിൽ പോയി. രംഷേട്ടൻ്റെ കൂടെ മിത്തുക്കുട്ടിയും ഇപ്പോൾ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ പോയിട്ട് ചെറുതായിട്ട് ജിമ്മിൻ്റെ പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലൊരു കാര്യമില്ല വിചാരിച്ചിട്ട് ഞാനും വേണ്ടാന്ന് പറയില്ല. ഇവരുടെ കൂടെ പോകാനാണ് എനിക്കും ഇഷ്ടം. പക്ഷേ ആ സമയത്ത് പോയാൽ നമ്മുടെ അന്നം മുട്ടൂലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവർ പോയതിന് ശേഷം 8 മണിക്ക് ശേഷമാണ് എൻ്റെ ജിം പരിപാടി കേട്ടോ. അപ്പോൾ രംഷേട്ടൻ ഇവിടെ മുട്ട വെച്ചു. പക്ഷേ അത് ഓണാക്കിയിട്ടില്ല. അതിൽ വെള്ളവും പാർന്നിട്ടില്ല. അങ്ങനെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി. ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയും ദാലുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ 5 ദിവസം നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതാണ് ഇപ്പോൾ റെഡിയാക്കാറ് കേട്ടോ. രാവിലെ വെള്ളം കുടിച്ച് 4 ബദാമും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പി കുടിക്കും. കട്ടൻ കാപ്പി. പാലിങ്ങ ഒഴിവാക്കിയ കാര്യം പറഞ്ഞല്ലോ. എന്നാലും രാവിലെ വെള്ളം കുടിക്കാനുള്ള ശീലം നല്ല കുട്ടിയായിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ദാല് കൊണ്ടുപോകുക വെച്ചാൽ ഫിഷും ചിക്കനും രണ്ടുപേരും ഉച്ചയ്ക്ക് കൊണ്ടുപോകില്ല. മിത്തുവിന് പിന്നെ നോൺ വെജ് ഉച്ചയ്ക്ക് കൊണ്ടുപോകണ ഇഷ്ടമല്ല. കാരണം ഫ്രണ്ട്സ് അധികം വെജിറ്റേറിയൻസ് ആണ്. അതുകൊണ്ട് നോൺ വെജ് കൊണ്ടുപോകാറില്ല. അപ്പോൾ ഒരാൾക്ക് നോൺ വെജ് ഒരാൾക്ക് വെജൊന്നും നടക്കാത്ത കാരണം രാത്രിയാണ് നമ്മുടെ നോൺ വെജ് പരിപാടി. എന്നാലും കടല, ചെറുപയർ, പിന്നെ മുട്ട പിന്നെയും കൊണ്ടുപോകും, സോയ, പിന്നെ എന്താ കൊണ്ടുപോവുക, അപ്പോൾ ദാലാക്കും. പ്രോട്ടീൻ എന്തായാലും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഓരോ ഇതിലും പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമ്മൾ മാക്സിമം കൊടുത്ത് അയക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ രാവിലത്തെ ഒരു തത്രപ്പാടിലാണ്. കുറച്ച് കസൂരി മേത്തി ഇട്ടിട്ട് ഇതിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ദാൽ തടുക്ക, ദാൽ ഫ്രൈ, അങ്ങനെ നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് നമുക്ക് ചെയ്തും കൊണ്ടിരിക്കാം. ആക്ച്വലി ഈ ചപ്പാത്തിക്കും കുഴയ്ക്കുമ്പോൾ കുറച്ച് സോയയുടെ മിക്സൊക്കെ ഇട്ട് കുഴയ്ക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഷോർട്ട് ബ്രേക്കായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ നേന്ത്രപ്പഴം നെയ്യിൽ ചെറുതായിട്ട് വറുത്തതാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഒരു ദിവസം ആപ്പിൾ, ഒരു ദിവസം ഓറഞ്ച്, ഒരു ദിവസം ഓട്സ്, അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ഓരോ ദിവസങ്ങളായിട്ട് മാറി മാറി കൊടുത്തേക്കുമോ. എല്ലാ ദിവസവും ഒന്ന് കൊടുത്തേച്ചാൽ പിന്നെ കഴിക്കില്ല. ഇവിടെ മഴയ്ക്ക് ലീവ് കിട്ടിയിരുന്നല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാ സാറ്റർഡേയും ക്ലാസ്സായിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം മിത്തു പറയുന്നുണ്ട്, അന്ന് മഴയ്ക്ക് ലീവ് കിട്ടണ്ടായിരുന്നു എന്നുള്ളത്. നാട്ടിലും ഇപ്പോൾ കുറേ ദിവസം ലീവാണെന്ന് ഞാൻ കേട്ടു. അപ്പോൾ സാറ്റർഡേസ് ഇതുപോലെ സ്കൂൾ വെക്കുമായിരിക്കൂലേ. ഇനി ഒരു സാറ്റർഡേയും കൂടെ വെച്ചാലാണ് അന്ന് കിട്ടിയ ലീവുകളുടെ ആ ഒരു ഇത് ശരിയാവുള്ളൂ കേട്ടോ. ഇപ്പോൾ തോന്നുക വീക്കെൻഡൊക്കെ ഒന്ന് ആയി സന്തോഷിക്കാൻ പോലും പറ്റില്ല സാറ്റർഡേ ക്ലാസ് ഉള്ളത്. സാറ്റർഡേ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അല്ലേ. ഞാനിവിടെ തകൃതിയായ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലാണ്. സമയം 10:30 ആവാറായി. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ. ഞാൻ മിത്തുക്കുട്ടി രംഷേട്ടനൊക്കെ ഓഫീസിലും സ്കൂളിലൊക്കെ പോയി ഉടനെ ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞ് ഉടനെ കുളിച്ച്, കാരണം ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ പിന്നെ കുളി നടക്കില്ല. ഇന്ന് കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. 1-2 കുറച്ച് സാരീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാരി ഉടുക്കാൻ കുറച്ചധികം സമയം വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കുളി അങ്ങോട്ട് കഴിഞ്ഞ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഓട്സ് പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടല്ലോ, ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കി നോക്കും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പാൻ കേക്ക് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. അല്ലെങ്കിൽ രാവിലെ എന്ത് കഴിക്കും, എനിക്ക് ഓവർനൈറ്റ് ഓട്സ് ചെയ്യാൻ പറഞ്ഞില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, പറ്റൂല. അപ്പോൾ പാൻ കേക്ക് ആകുമ്പോൾ നല്ല കലോറിയാണ്, നല്ല ഫൈബറാണ്, നല്ല പ്രോട്ടീനാണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനിയും അല്ലെങ്കിൽ വെറുതെ ദോശ, ഇഡ്ഡലിയും പുട്ടൊക്കെ കഴിച്ച് പിന്നെ സാമ്പാർ ഉണ്ടാക്കണം, കടലക്കറി ഉണ്ടാക്കണം, അതിനേക്കാൾ എളുപ്പമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം കേട്ടോ. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഡെയിലി 365 ദിവസം നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ പൗഡറും കൂടെ ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. പ്രോട്ടീൻ പൗഡർ ചേർത്താൽ നമുക്ക് കറക്റ്റ് വേണ്ട പ്രോട്ടീൻ കിട്ടും. എനിക്ക് ശരിക്കും ഒരു പെർ മീലിൽ എനിക്ക് 30 grams ഓഫ് പ്രോട്ടീൻ ആവശ്യമുണ്ട്. പക്ഷേ അതൊന്നും ഇല്ല. എനിക്ക് തന്നെ ഒരു 15 ഗ്രാമൊക്കെ ഇതിൽ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ. ശരിക്കും എനിക്ക് 80 to 85 grams ഓഫ് പ്രോട്ടീൻ ആവശ്യമാണ്. ഉച്ചയ്ക്ക് രാത്രി ഞാൻ എങ്ങനെയെങ്കിലും അത് ഒപ്പിക്കും. പക്ഷേ രാവിലെ കുറച്ച് കുറവാണ്. അപ്പോൾ വേണമെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഇടാം. നല്ല പ്രോട്ടീൻ പൗഡറൊക്കെ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചുമ്മാ സ്പീഡിൽ പറഞ്ഞുതരാം. ഷോർട്സ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരാൾക്കുള്ള അളവ് പറയണം. ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് പൗഡർ പോലെ പൊടിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് പൊടിച്ചതിന് ശേഷം ഒരു പഴം, ഒരു കോഴിമുട്ട, പിന്നെ കുറച്ച് വാനില എസൻസ്, 2 ഡേറ്റ്സ്, പിന്നെ കുറച്ച് പാല്. ഞാൻ അമൂലിൻ്റെ A2 കൗ മിൽക്കാണ് വാങ്ങുന്നത്. കാരണം ഇത് കുട്ടിക്ക് ഡെയിലി ചോക്കോസ് കഴിക്കണമല്ലോ, അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നല്ലത് വാങ്ങണമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ചിട്ടിട്ട് ഭയങ്കര തിന്നാവരുത്, ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി, എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിൽ കറക്കുക. എന്നിട്ട് ഇങ്ങനെ കുട്ടി തട്ട് ദോശ
നീർദോശ പോലത്തെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കട്ടിയിലാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാവും. ചെറുതൊക്കെ ആണെങ്കിൽ ആ 4-5 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചാൽ ഇനഫാണ്. അതിൽ ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരി ഹണി തേക്കാം. ഒന്നും വേണ്ട, നല്ല മധുരം കേട്ടോ. അല്ലാതെ തന്നെ ഈ പഴത്തിന് നല്ല മധുരമുണ്ട്, പിന്നെ ഡേറ്റ്സിനും നല്ല മധുരം ഉണ്ടാവും. 2 ഡേറ്റ്സിൽ കൂടുതൽ ഇടരുത്. അപ്പോൾ ഒരു 300-350 കാലറി നമ്മൾ കഴിക്കുകയും ചെയ്യും. ഓട്സിൽ ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ബേക്കിംഗ് പൗഡർ ഇട്ടാലാണ് അത് ഫ്ലഫി ആയിട്ട് വരുള്ളൂ. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ വരുള്ളൂ. പക്ഷെ ബേക്കിംഗ് പൗഡർ എന്നും ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇടാറില്ല. കോഴിമുട്ട ഉണ്ടല്ലോ, അപ്പോൾ ഫ്ലഫി ആയില്ലെങ്കിലും ഭയങ്കര പൊങ്ങി വന്നില്ലെങ്കിലും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഉണ്ട്, നിങ്ങൾ ഞാൻ അവിടെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കുക, അവിടെ ഇങ്ങനെ വന്നിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ കാണാം കേട്ടോ. യെസ്, അപ്പം ഞാൻ എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടാക്കട്ടെ. ആക്ച്വലി നമ്മുടെ ഫുഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയാനും കൂടെ ആണ് കേട്ടോ ഞാനിന്ന് വിചാരിച്ചത്. അറിയാലോ, നമ്മുടെ 2027 ആകുമ്പോഴേക്കും 2017 തുടങ്ങിയ എന്താ പറയുക, ചോര നീരാക്കി എടുത്തൊരു ചാനൽ ഉണ്ടായിരുന്നു, ഫുഡ് വേൾഡ് എന്ന് പറയുന്നത്. അത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഇടാതെ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഷോർട്സ് ഇട്ട് തുടങ്ങി. പക്ഷെ പിന്നെയും 4 months ആയിട്ട് അത് എനിക്ക് നിർത്തേണ്ടി വന്നു. അപ്പം ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. എന്താ ചെയ്യേണ്ടത് അറിയാൻ പറയാം. കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് യൂട്യൂബ് ഭയങ്കര കൺഫ്യൂഷൻ തരുന്നൊരു സംഭവമാണ്. ഭ്രാന്ത് പിടിക്കാൻ പറയാം, ഇടയ്ക്ക് നിർത്തിയാലോ തോന്നാറുണ്ട്. അപ്പോൾ എനിക്കത് ആ ചാനൽ നഷ്ടപ്പെട്ടു പോവോ എൻ്റെ എന്ന് എനിക്കൊരു സംശയം. കാരണം വീഡിയോസ് ഇടാതെ ഓഫ് കോഴ്സ് ചാനൽ മോണിറ്റൈസേഷനൊക്കെ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ചാനലാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ചാനൽ ഫുഡ് വേൾഡ് എന്ന് പറയുന്നത്. ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഓണത്തിൻ്റെ ഒക്കെ റെസിപ്പീസ്, എല്ലാ വർഷവും ഓണമായ ആ റെസിപ്പീസ് ഒക്കെ അങ്ങനെ കയറും. അങ്ങനെ നമ്മൾ നല്ല ഭംഗിയിൽ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ, ഇതിന് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ. ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു വണ്ടർലാൻഡ് ചാനലിൽ ഞാൻ പ്രോഡക്റ്റ് റിവ്യൂവും ചെയ്യുന്നുണ്ട്, വ്ളോഗും ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നതും ഞാൻ ഇതിൽ തന്നെയാണ് ഇടുന്നത് അല്ലേ. അധികം ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും ലൈഫ് സ്റ്റൈലിൽ ഇടുക. അപ്പം ഞാൻ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാ ഷോർട്സും കംപ്ലീറ്റ് ഫുഡ് വേൾഡിലേക്ക് അങ്ങോട്ട് മാറ്റിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടർലാൻഡിൽ അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ളത് അതിനാണ്. പക്ഷെ സാരില്ല, അത് ഞാൻ ഫുഡ് വേൾഡിലേക്ക് മാറ്റിയാലോ എന്നാണ് വിചാരിക്കുന്നത്. കാരണം ആ ഒരു ചാനൽ അങ്ങനെ നശിച്ചു പോണ കാണാൻ എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ വിചാരിച്ചു, അതും നമ്മൾ 4 മാസം മുന്നേ നമ്മൾ കണ്ടിന്യൂസ് 1 month ഇട്ട സമയത്ത് എല്ലാത്തിനും 100K വ്യൂസ് ഉണ്ടായിരുന്നു, 100K അബോവ് വ്യൂസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഷോർട്സ് മാത്രം, പിന്നെ ഭാവിയിൽ ലോങ് വീഡിയോസ് നോക്കാം. അതും ഇപ്പോൾ ഓണം വരില്ല. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. നിങ്ങൾ ഫുഡ് വേൾഡിലെ റെസിപ്പീസ് മാത്രമേ ഇടുള്ളൂ. കാരണം അല്ലെങ്കിൽ രണ്ടിലും വ്ളോഗും കാര്യങ്ങളാകുമ്പോൾ ബോറടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഫുഡ് വേൾഡ് പക്ക ഫുഡ് കണ്ടന്റുകളായിട്ട് പോട്ടെ. ലോങ് വീഡിയോസ് ഇല്ല, ഷോർട്സ് നല്ല നല്ല റെസിപ്പി, പ്രത്യേകിച്ചും ഡയറ്റ് റെസിപ്പീസ്. ഞാനിപ്പോൾ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഡയറ്റ് റെസിപ്പീസ്. ഇനി ഓണമായിട്ട് കുറച്ച് നല്ല ഫുഡ് റെസിപ്പീസ്, ഓണത്തിൻ്റെ റെസിപ്പീസ് ഷോർട്സ് ആയിട്ട്. നമ്മുടെ ഇഷ്ടം പോലെ ലോങ് വീഡിയോസ് ഉണ്ട് ഓണത്തിൻ്റെ, പക്ഷെ ഷോർട്സ് ആയിട്ടും കൂടെ ഇടാം. അവിയലും കാളനും അങ്ങനത്തെ വേണമെന്നും കൂടെ ആലോചിക്കട്ടെ. ഞാൻ എന്തെങ്കിലും വണ്ടർലാൻഡിൽ ഇടണം. കാരണം വണ്ടർലാൻഡിൽ ഓൾറെഡി നമ്മൾ പ്രോഡക്റ്റും ലൈവ് വ്ളോഗും അതും ഇതും ഷോപ്പിങ്ങും ഇതൊക്കെയാണ് വണ്ടർലാൻഡ്. അപ്പോൾ ഈ ഫുഡും വണ്ടർലാൻഡിൽ എന്തിനാണ് ഇടുന്നത്? ഫുഡ് കംപ്ലീറ്റ് ഫുഡ് മാത്രം ഇഷ്ടപ്പെടുന്നവരല്ല, പെട്ടെന്നൊന്ന് ഫുഡ് ഒരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ അത് മാത്രം കണ്ടാൽ പോരാ, അതിന് വേണ്ടി ഒരു വ്ളോഗ് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഷോർട്സ് ആയിട്ട് ഇടാം. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ വീഡിയോസൊക്കെ ലോങ് വീഡിയോസൊക്കെ മിനിമം ഒരു 10,000 പേര്, 10,000 25,000 പേരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു മിനിമം ഒരു 5,000 പേരെങ്കിലും കാണുന്നുണ്ടാവില്ലേ? ആ 5,000 പേരും ഒരു ലൈക്ക്. ഇനി ഞാൻ ലൈക്കിന് വേണ്ടി എരന്ന് മതിയായി, എന്നാലും വീട്ടിൽ ഞാൻ ഇറക്കും വരില്ലേ. അപ്പോൾ ആ കാണുന്ന 5,000 പേര് ഒരു ലൈക്ക് കിട്ടിയാൽ നമുക്കൊരു 5K ലൈക്സ് ഒക്കെ കാണാൻ ഷോർട്സിലും ഇതിലൊക്കെ കാണുമ്പോൾ രസം. പ്രത്യേകിച്ച് ഷോർട്സ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മറ്റുള്ള എല്ലാ യൂട്യൂബ് വെച്ച് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴും ഒരു 20-25K വ്യൂസ് ഉള്ളവർക്ക് പോലും 2,000-3,000 ലൈക്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ 1 lakh ആയ പോലും നമുക്ക് 1K ലൈക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? കാരണം ആർക്കും ലൈക്ക് തരാനൊരു ഭയങ്കര മടിയുള്ള പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും എനിക്ക് വേണ്ടി, എന്നെ ഇഷ്ടമാണെങ്കിൽ അത് തരണം, ലൈക്ക് തരണം. ഷോർട്സിനും ആണെങ്കിലും ലോങ് വീഡിയോനാണെങ്കിലും ഈവൻ ഫുഡ് വേൾഡ് ആണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ 1-2 ഫുഡ് വേൾഡിൻ്റെ ഷോർട്സ് ഇട്ടുണ്ടാവാം. ഓണം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഓണം തീംസും കൂടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡയറ്റ് റെസിപ്പീസും ഈസി ഷോർട്സിൽ 1 minute എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്നുള്ളതും, പിന്നെ മെല്ലെ നമുക്ക് ഏത് ലോങ് വീഡിയോ വേണമെങ്കിൽ അപ്പം നോക്കാം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. ഇതിനെപ്പറ്റി
പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കൽ തന്നെയാണ്. ഫുഡും പിന്നെ ഇങ്ങനെ ഷോപ്പിംഗ്, അത് നിങ്ങൾക്ക് അറിയില്ല. ഇത് രണ്ടുമാണ് നമ്മുടെ ചാനലിൽ സത്യം പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച ഫുഡ് എന്നുള്ളത് കംപ്ലീറ്റ് ഒരു ഫുഡ് ചാനലിലേക്ക് മാറ്റുമ്പോൾ അത് കാണാനും ഭയങ്കര രസമുണ്ടാവും. എനിക്കും ആ ഒരു ചാനൽ കളയാനൊരു താല്പര്യമില്ല. അങ്ങനെ കേട്ടോ. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും എന്താ അതിൽ ചാനലില് വീഡിയോ ഇടാത്ത പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് ബിസിയാണ്. അവര് അധികം ബാംഗ്ലൂരാണ്. അവിടെ കുറെ പ്രോഗ്രാംസ്, ഓണ സെലിബ്രേഷനും കാര്യങ്ങളും, പിന്നെ ഇടയ്ക്ക് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഫുള്ള് കൃഷിയും കാര്യങ്ങളും കുറെ സംഘടനയുടെ പ്രസിഡന്റും സംഭവങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ വീട്ടിലുണ്ട്. അല്ല, അമ്മയ്ക്ക് വീഡിയോ എടുക്കാറില്ല. സോ അച്ഛൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അമ്മയ്ക്ക് വീഡിയോ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ഇത് സമയമില്ല. അപ്പൊ അങ്ങനെ ഒട്ടും സമയമില്ല. ഇത് ഒരു ദിവസത്തെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന് പ്രോപ്പർ ഡെഡിക്കേഷൻ, പിന്നെ അവരുടെ പ്രായവും അങ്ങനെയല്ലേ. അപ്പൊ അവരെ എൻജോയ് ചെയ്യട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ എൻജോയ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മൾ ഫുഡിന്റെ ഏതെങ്കിലും റെസിപ്പി നമ്മൾ വണ്ടർലാൻഡിലിടും. ആ ഇടുന്നത് ഞാൻ ഫുഡ് വേൾഡിൽ ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം 4 മണിയായിട്ടോ. ഞാനൊരു 11:30 തുടങ്ങിയ ഷൂട്ടിംഗ് ആണ്. ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ലഞ്ചൊന്ന് കഴിച്ചു. 4 മണി വരെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി കിട്ടി. ഇന്നിപ്പോൾ സാരികളായതുകൊണ്ട് കേട്ടോ ഇത്രയും വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചുരിദാറാണെങ്കിൽ ഇത്ര സമയം എടുക്കില്ല. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഓരോ ദിവസം അങ്ങനെ തീരും. ഇപ്പോൾ സാരി ആയതുകൊണ്ടേ കുറേ സമയം വേണം. ഇനിയിപ്പോൾ നമ്മുടെ ടൈലർ ഇവിടെ വരും. മിത്തുക്കുട്ടിയുടെ ധാവണി, എനിക്ക് കുറച്ച് ബ്ലൗസ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളുണ്ട്, അഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളി. ഒരു പ്രത്യേകിച്ച് നമുക്ക് ബ്ലൗസ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് വേറെ ആരുടെ അടുത്ത് കൊടുത്താലും നമുക്ക് ഇഷ്ടമാവില്ല. അങ്ങനെ തൃശ്ശൂർ എനിക്ക് പൂർണിമാസം ഇഷ്ടമാണ് നാട്ടിൽ. അല്ലാതെ എനിക്ക് ഇവിടെ ആണെങ്കിൽ മാക്സിമം തുന്നിക്കുക. നാട്ടിലെ ഏതെങ്കിലും 1-2 അങ്ങനെ തുന്നിക്കേണ്ടി വന്നാൽ തൃശ്ശൂർ പൂർണിമാസത്തിലാണ് കൊടുക്കുക. വേറെ എവിടെ സ്റ്റിച്ച് ചെയ്താലും എനിക്ക് ശരിയാവില്ല. അത് പിന്നെ ഇങ്ങനെ ബ്ലൗസ് ഇടില്ല. അതങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവില്ല അവരവരുടെ ഒരു ബ്ലൗസിനൊരു ആളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അഹമ്മദാണ്. അപ്പോൾ അതുപോലെ മിത്തുക്കുട്ട അന്ന് നമ്മൾ ഷോർട്സിൽ വെച്ചിരുന്നുള്ള ധാവണി ഏതാ ഇഷ്ടമായത്. 2 ധാവണിയും ഒരുപോലെ അഭിപ്രായം വന്നതാണ്. ഓറഞ്ചും ഗ്രീനും ഇഷ്ടമായവരും ബ്ലൂവും റെഡും ഇഷ്ടമായവരും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 ധാവണി അങ്ങോട്ട് എടുത്തു. 2 ധാവണി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2ഉം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അങ്ങനെ, കാരണം ഇനിയിപ്പോൾ ഓണം സെലിബ്രേഷൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ ശരിക്കുള്ള ഓണം വരുന്നുണ്ട്. കുറേ അങ്ങനത്തെ ട്രഡീഷണൽ സംഭവങ്ങൾ, അമ്പലത്തിൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോഴൊക്കെ മിത്തു ഈ പാൻറ്റും ടോപ്പും തന്നെ, അല്ലെങ്കിൽ ചുരിദാറാണെങ്കിൽ അവളുടെ അങ്ങനെയൊന്നുമില്ല, കുഞ്ഞി കുർത്തയൊക്കെ ഉള്ളത്. അപ്പോൾ ധാവണിയാകുമ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോഴും ഗുരുവായൂരൊക്കെ പോകുമ്പോഴും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു 2 കൊല്ലത്തേക്ക് ആ ധാവണി അവിടെ ഇരിക്കട്ടെ വെച്ചപ്പോൾ 2ഉം സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിപ്പോൾ വീട്ടിലേക്ക് വരും. ധാവണി എങ്ങനെ തുന്നാന്നറിയില്ല. എനിക്ക് അതിൻ്റെ പിക്ചേഴ്സൊക്കെ നോക്കണം. കാരണം ഇവിടെ അങ്ങനെ ഇത് തുന്നി ശീലമില്ലാത്തൊരു സംഭവമല്ലേ ഈ ധാവണി. അപ്പോൾ അതൊന്ന് നോക്കട്ടെ, അതിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കാനുള്ളത് നോക്കാം. ധാവണിയുടെ അളവൊക്കെ എടുത്ത് അഹമ്മദ് പോയി. അതിനുശേഷം ഞാൻ മിത്തുവിനെ ട്യൂഷന് കൊണ്ടാക്കി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെയും മിത്തുക്കുട്ടീനെ ട്യൂഷന് കൊണ്ടുവരാനുള്ള ഒരു പോക്കാണ് കേട്ടോ. ഇത്രയും സംഭവവികാസങ്ങൾ ഈ ഒരു ഈവനിങ്ങിൻ്റെ ഇടയിൽ നടന്നു. ഇന്ന് ഞാൻ ത്രെഡിങ്ങും വാക്സിങ്ങും ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി. ഇനി നാളേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഒരു 2 മാസമായി ഇങ്ങനെ ഈ വക പരിപാടികളൊക്കെ ചെയ്തിട്ട്. ഇനി ഓണം ഇതൊക്കെ ആകുമ്പോഴേക്കും ഓണ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മാതാ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് കേരള ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഈവനിങ് ആയ പിന്നെ ചായ, ഞാൻ പറഞ്ഞില്ലേ ഈ മിത്തുവിൻ്റെ പഠിത്തം 10th കാരണം ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു ശീലമാണ് ചായ. അത് വൈകുന്നേരം അതെനിക്ക് തന്നെ പണിയായി. വേറെ ഓപ്ഷനില്ല, എനിക്ക് ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. പഠിക്കാനുള്ള ഉഷാറാണ് അത്ര ഉഷാറ്. എൻ്റെ കറിവേപ്പിൻ്റെ ഉഷാറൊക്കെ പോയിട്ടോ. തണ്ട് പൊട്ടിച്ചു കൊടുത്താൽ നല്ലോണം ഉണ്ടാവും എന്ന് പറഞ്ഞ് പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ ഇത് ആകെ നാശമായി വരിക ചെയ്യുന്നത്. ഇതിന് എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇന്നത്തെ ഡിന്നർ പരിപാടി, ഇന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ ചിക്കനോ ഫിഷോ ആണ് ഏറ്റവും അടിപൊളി. അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈസി ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കാം എന്നുള്ളത്. കുക്കറിലുള്ളത് കറി നേരം വൈകി സമയം 7 മണി കഴിഞ്ഞ് നമ്മളൊരു 7:30-8 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ വെള്ളപ്പവും ചിക്കൻ കറി, ചപ്പാത്തി ഉണ്ടാക്കാൻ മതി. ഉച്ചയ്ക്കോ ചപ്പാത്തി, അപ്പോൾ രാത്രിയും കൂടി ചപ്പാത്തി കഴിക്കാൻ മതി. സോ വെള്ളപ്പം ആൻഡ് ചിക്കൻ കറി, നൂൽപ്പിട്ട് ചിക്കൻ കറി, ഇതൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഈ ചിക്കൻ കറി നല്ല സുഖമാണ്. ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ പറ്റിച്ച് ഞാൻ ഫുഡ് വേൾഡിൽ അപ്ലോഡ് ചെയ്യാം. ഫുഡ് വേൾഡിൽ നമ്മുടെ വീഡിയോസൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കാണണം. ഇതിങ്ങനെ പൊട്ടറ്റോ ഒക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടല്ലേ ചിക്കൻ്റെ കറി ഉണ്ടാക്കുക. അതുപോലെ അതിങ്ങനെ കുറേ നേരം 20-25 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കുക്കറിൽ ഒരു 2 വിസിലിട്ട് പരിപാടി അവസാനിപ്പിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഡിന്നർ.
ഈ ഒരു ചിക്കൻ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് വണ്ടർലാൻഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഫുഡ് വേൾഡിൽ നല്ല രീതിയിൽ ഷോർട്സ് ആയിട്ട് ഇടാനും പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് കാര്യമായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് എല്ലാവരെയും അറിയിച്ചു. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. നമ്മൾ സിനിമ കണ്ടു OTTയിൽ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ബൈ.